എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. ഇന്നു മുതൽ ഞാൻ ബാലന്റെ ഗോമതിന്റെ ഒക്കെ വിശേഷങ്ങൾ ചാനലിനകത്ത് ഇടാൻ തുടങ്ങി കേട്ടോ. അപ്പൊ പ്രമോ വിശേഷം ഇടുന്നുണ്ട്, ഫുൾ വിശേഷം ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ കുറെ ആൾക്കാർ ചോദിച്ചു ഇടാവോന്ന് ചോദിച്ചു. അപ്പൊ ഞാനിത് ഇന്ന് മുതൽ ഇടാൻ തുടങ്ങി. ഇനിയിപ്പൊ എല്ലാ ദിവസവും കണ്ടിന്യൂസ്ലി കാണും കേട്ടോ. അപ്പൊ കാണുന്നവരൊക്കെ മറക്കാതെ അത് കയറി കാണണം കേട്ടോ. അപ്പൊ നാളത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ ഗീതുവിന്റെയും കൊണ്ട് കാണാൻ പോകുന്ന നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെയാണ്. ഇന്ന് നമ്മളെല്ലാവരും വഞ്ചിക്കപ്പെട്ടു. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം എന്തായിരുന്നു? ഗീതുവിനോട് വന്ന് ഗോവിന്ദ് പ്രണയം തുറന്നു പറയുന്നൊക്കെയാ. പക്ഷെ നമ്മളെല്ലാവരും വിഡ്ഢികളാക്കി. അങ്ങനെ ഗോവിന്ദ് കൂട്ടിക്കൊണ്ട് വന്ന വരുണിനെയാണ് കൂട്ടിക്കൊണ്ട് വന്നത്. വരുണിനെ കണ്ടു കഴിഞ്ഞപ്പം രാധികാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ രേഖയുടെയും ഗീതുവിന്റെ മുഖം മാറി. രേഖയും ഗീതുവിനും ഒരു കാര്യം മനസ്സിലായി. ഗോവിന്ദേട്ടൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഗീതുവിനോട് പ്രണയം പറയാൻ ഓർത്തിരുന്നു കഴിഞ്ഞപ്പം നേരെ വരുണിനെ കൂട്ടിക്കേണ്ട വന്നിരിക്കുന്നത്. അപ്പൊ രേഖയ്ക്ക് വരുണിനെ കാണാതിരുന്നിട്ട് ഉള്ള വിഷമാണെന്ന് കരുതിയിട്ടാ ഗോവിന്ദ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ രേഖയ്ക്ക് വേണ്ടി ആ കാര്യം ചെയ്തിരിക്കുന്നത്. പിന്നീട് വരുൺ വന്നിട്ട് ഒരു തകർപ്പൻ അഭിനയമൊക്കെ കാഴ്ച വെക്കുന്നുണ്ട്. ഒരു സോറി പറച്ചിലൊക്കെ നടത്തുന്നുണ്ട്. രേഖയോട് സോറി പറഞ്ഞു. പിന്നീട് ഗീതുവിനോടും പറയുന്നുണ്ട്. അതിൽ എത്രമാത്രം ആത്മാർത്ഥയുണ്ടെന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോ വരുണിന് വല്ല മാറ്റം ഉണ്ടായോ? ഇനിയിപ്പം ഗോവിന്ദ് തിരിച്ചു വിളിച്ചപ്പോ അങ്ങനെ വരാൻ വഴിയില്ല. എങ്ങനെയാലും ഗോവിന്ദ് തകർത്ത് ആ സ്ഥാനം കൈയടക്കാൻ നോക്കിയിരിക്കുന്ന ഒരു കാരണവശാലും ഒരു ദിവസം കൊണ്ട് അവനൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ അവൻ മാറിയെന്നൊക്കെ അവൻ പറഞ്ഞിട്ട് അവൻ നേരെ രേഖേനെയും കൂട്ടിക്കൊണ്ട് പോവാണ്. ഗീതുവിന് ആ പട വിഷമായി. ഗീതു തകർന്ന മനസ്സോടെ മുറിയിലേക്ക് കയറി വരിക. ഗീതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ഇത്ര സമയം വരെ ഗോവിന്ദേട്ടൻ തന്റെ അരിയിലേക്ക് വരും, പ്രണയം തുറന്നു പറയും, തന്നെ ചേർത്ത് പിടിക്കും, പിന്നെ തന്നെ ഒന്നാവും. ഇങ്ങനെയൊക്കെ നൂറ് ചിന്തകളായിരുന്നു ഗീതുവിന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഒരു നിമിഷം കൊണ്ട് ആ പ്രതീക്ഷകളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തല്ലി തകർന്നു പോവാണ്. പക്ഷെ രാധികാമ്മ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം കണ്ണൻ ഇതിനു വേണ്ടിയിട്ടായിരുന്നു പോയത്. പാവം താനവനെ തെറ്റിദ്ധരിച്ചു. രഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് വരാനാണ് താൻ കരുതിയത്. എന്നാലും പാവം ഇതൊന്നും വേണ്ടായിരുന്നു. പിന്നീട് വരുൺ അമ്മയുടെ അടുത്തേക്ക് വരുവാണ്. വന്നിപ്പോ രാധികാമ്മ ചോദിച്ചു, അല്ല നിന്നെ കൂട്ടിക്കൊണ്ട് വരാനാണോ കണ്ണൻ അങ്ങോട്ട് വന്നേന്ന് ചോദിക്കണം. അതമ്മ എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ അടുത്തേക്ക് വന്ന് രേഖയുടെ അടുത്തേക്ക് വരണം. ഇനിയിപ്പം പഴയ പോലെ തെറ്റുകളൊന്നും ആവർത്തിക്കരുത്, അങ്ങനെയൊക്കെ പറയിച്ചിട്ട് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് പറയണം. ഇത് കേട്ടപ്പം രാധികാമ്മ പറഞ്ഞു, ഒരു പക്ഷേങ്കില് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നുള്ള ഗോവിന്ദില് മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ? അതൊന്നും എനിക്കറിയില്ലമ്മേ. പക്ഷെ രേഖ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇപ്പൊ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. രേഖ എന്തോ കരഞ്ഞു പറഞ്ഞെന്ന് തോന്നേ. ഇത് കേട്ടപ്പം രാധികാമ്മ പറഞ്ഞു, അവൾക്ക് നിന്നോട് സ്നേഹമുണ്ടാ, അതുകൊണ്ടാ ഇപ്പോഴും അവള് നിന്നെക്കുറിച്ച് പറഞ്ഞ് ഇങ്ങോട്ട് നിന്നെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇനിയെങ്കിലും നീ മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാൻ നോക്ക്. അല്ലെങ്കിൽ നീ എന്ത് പരിപാടി ചെയ്താലും അതെല്ലാം പൊട്ടി പാളിസാവലേ ഉള്ളൂ. നീ പെട്ടെന്ന് നീ എടുത്താടി ഒന്നും ചെയ്യാൻ പോകണ്ട. കാരണം ഗോവിന്ദന്റെ മനസ്സ് നീ ഒരു കരടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നീ ഓരോ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അവൻ ശ്രദ്ധിക്കും. നീ ഇനിയിപ്പോൾ നല്ല വഴിയാണോ നടക്കുന്നത്, ചീത്ത വഴിയാണോ നടക്കണമെന്നൊക്കെ ഗോവിന്ദന് കണ്ട പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് നാളത്തേക്കെങ്കിലും നീ അടങ്ങി ഒതുക്കി നിൽക്കുന്നത് നല്ലത്. ശരി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുൺ അങ്ങോട്ട് പോവാണ്. പിന്നീട് മുറിയിലേക്ക് ഗോവിന്ദൻ കയറി ചെല്ലുമ്പോൾ ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ഗീതുവിന് ആലോചന കണ്ടപ്പോൾ തന്നെ ഗോവിന്ദന് മനസ്സിലായി താൻ വരുണിനെ കൂട്ടിക്കൊണ്ട് വന്ന് ഇവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. നേരെ ഗീതുവിന്റെ അരിയിലേക്ക് എന്നിട്ട് ഗോവിന്ദൻ ചോദിച്ചു, എന്ത് പറ്റി? നിന്റെ മുഖം എന്താ വല്ലായിരിക്കണെന്ന് ചോദിക്കണേ. ഒന്നുമില്ല, എന്തോ കാര്യമുണ്ടല്ലോ, എന്താണെങ്കിലും എന്നോട് തുറന്നു പറയാനും പറയണം. ഒന്നുമില്ല. പിന്നീട് ഗീതുവിന്റെ കണ്ണുകളിലേക്ക് തന്നെ ഗോവിന്ദൻ നോക്കിയിട്ട് പറഞ്ഞു, ഒരു കാര്യം എനിക്കറിയാം. ഇപ്പൊ നീ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ? എന്താ പറയണം. അപ്പൊ ഗീതു ഓർത്ത് ഇപ്പോഴെങ്കിലും തന്നോടുള്ള ഇഷ്ടം തുറന്നു പറയും, അല്ലെങ്കിൽ തന്റെ പ്രണയം മനസ്സിലാക്കുന്ന. ഞാൻ വരണിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതല്ലേ നിന്റെ കണ്ണുകളിൽ എന്നോടുള്ള ദേഷ്യമല്ലേ എന്ന് ചോദിക്കാം. ഇത് കേട്ടതും ഗീതുവിന് പെട്ടെന്ന് പിന്നെ സങ്കടമായി. ഗീതു പറഞ്ഞു, ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങോട്ട് ഒഴിഞ്ഞു മാറി ഇങ്ങോട്ട് പോവാണ്. ഗോവിന്ദ് ഇവൾക്ക് ഇത് എന്ത് പറ്റി? എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് ഗോവിന്ദ് അങ്ങോട്ട് പോകുന്ന സമയത്ത് മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഗീതു നേരെ വിജയലക്ഷ്മിനെ വിളിക്കുകയാണ്. വിജയലക്ഷ്മിനെ വിളിച്ചിട്ട്, എന്താ ഗീതു, എന്താന്ന് വിജയലക്ഷ്മി ചോദിക്കുന്നതിന് ഗീതു ഒരു പൊട്ടിക്കരച്ചിലാണ് കരഞ്ഞ്. എന്ത് പറ്റി മോളെ, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാം. വരുണിനെ കൂട്ടിക്കൊണ്ട് വന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോ വിജയലക്ഷ്മി പറഞ്ഞു, നീ അല്ലേ അവൻ പറഞ്ഞ് വിശ്വസിക്കുള്ളൂ. ഒരുപക്ഷെ അവൻ ചിലപ്പോൾ രേഖനെ തെറ്റിദ്ധരിച്ചായിരിക്കും. പോട്ടെ, ഒരു കാര്യം ചെയ്യ, നീ നിന്റെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറ, അതോടുകൂടി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമല്ലോ. നീ അവൻ പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന എന്തിനാ ഗീതെന്ന് ചോദിക്കാം. ഇല്ലമ്മ ഞാൻ പറയില്ല. ഇനി ഒരു പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദൻ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഗോവിന്ദന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടോ എന്ന് പോലും എനിക്കിപ്പോൾ സംശയമുണ്ട്. ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് തുറന്നു പറഞ്ഞാലും, പക്ഷെ എന്നോടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ലമ്മേ. ഇനി ഞാൻ പറയാൻ പോവില്ല. ഇത്രയും വരെ ഇനി ഞാനൊന്നും പറയില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വിജയലക്ഷ്മി ഭയങ്കര സങ്കടമായി പോയി. ഗീതു എത്രമാത്രം പ്രതീക്ഷയോട് കൂടിയാ ഗോവിന്ദ് പ്രണയം തുറന്നു പറയുന്നതിന്റെ കാത്തിരുന്നതെന്ന് വിജയലക്ഷ്മിക്ക് പറയാം. കുറെ കാലമായി ഇങ്ങനെ കാത്തിരിക്കാനായിട്ട്. നീ വിഷമിക്കണ്ട, ഒരു സമയം വരും, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ പറയണം.
ഗീത പറഞ്ഞു, ഇനി ഇപ്പം എനിക്ക് ആ സമയം ഉണ്ടെന്ന് തോന്നില്ലമ്മേ. ഇനി ഒരിക്കൽ പോലും എന്നോട് പറയുമെന്നും തോന്നില്ല. എൻ്റെ പ്രതീക്ഷകളൊക്കെ നശിച്ചുപോയി. ഒരിക്കലും ഗോവിന്ദൻ എന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ലെന്ന് പറയാം. വിജയലക്ഷ്മി പറഞ്ഞു, ഇല്ല, അതൊക്കെ മോളുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാ. അവന് നിന്നെ ഇപ്പോഴും ഇഷ്ടമാ. എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവൻ്റെ മുഖത്ത് നോക്കി അറിയാം നിന്നോടുള്ള അവൻ്റെ ഇഷ്ടം എത്രമാത്രമാണ്. ഞാനത് പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നീ വിഷമിക്കാതിരിക്കുക. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടെന്ന് പറയണം. ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് വിജയലക്ഷ്മി ഫോൺ വെക്കുക. എന്നിട്ട് ഗീതുവിനൊരു സന്തോഷ സമാധാനം ഒന്നും ഇല്ലായിരുന്നു. പിന്നീട് ഗീതു കുളിക്കാനൊക്കെ ആയിട്ട് കയറി പോവാണ്. കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗോവിന്ദ് അങ്ങോട്ട് വരുന്നത്. ഗോവിന്ദ് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഗീതു അവിടെ കുളിയെല്ലാം കഴിഞ്ഞ് മുടിയൊക്കെ തോർത്തിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. പക്ഷെ ഗോവിന്ദ് നോക്കിയപ്പോഴത്തേനും ഗീതു ശരിക്കും മുടി പോലും തോർത്തിയിട്ടില്ല. അപ്പൊ ഗോവിന്ദൻ എന്ത് ചെയ്തു, പെട്ടെന്ന് പോയി ഗീതുവിൻ്റെ കൂടെ ഇങ്ങോട്ട് വാ, ഞാൻ തോർത്തരാം, നിന്റെ തല നിറച്ചും വെള്ളമാണല്ലോ എന്ന് പറയാം. ഗീതു പറഞ്ഞു, വേണ്ട, ഞാൻ തോർത്തിക്കോളാം എന്ന് പറയണേ. ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതുവിനെ പിടിച്ചു നിർത്തിയിട്ട് തലമുടിയൊക്കെ തോർത്തി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് ഒരു നിമിഷം ഗീതു ഒന്ന് ചേർന്ന് നിൽക്കുന്നുണ്ട് ഗോവിന്ദനോട്. ഗീതുവിന് മനസ്സിലായി ഗോവിന്ദന് തന്നോട് ഇഷ്ടമുണ്ട്. അതൊരു പക്ഷെ തുറന്നു പറയാനുള്ളൊരു മടിയോ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാന്നൊക്കെ. പിന്നീട് രാത്രി ഗീതു ഉറങ്ങിക്കിറങ്ങുന്ന സമയത്ത് ഗോവിന്ദ് ഇങ്ങനെ ഉറങ്ങാതെ കുറെ സമയം ഗീതുവിനെ തന്നെ നോക്കിയിരിക്കുവാണ്. പിന്നീട് മനസ്സിൽ കൂടെ 100,000 ചിന്തകളെ കടന്നു പോവുക. ഇവൾക്ക് തന്നോട് ശരിക്കും പ്രണയമുണ്ടോ, അതാണോ, അതോ ഇനി ഇപ്പം തൻ്റെ മനസ്സിൽ ഇവളോട് മാത്രം പ്രണയമുള്ളോ, ഇനി തൻ്റെ മനസ്സിലൂടെ തുറന്നു പറഞ്ഞാലോ ഇവളോട്, ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ഇഷ്ടപ്പെടാതെ വന്നാലോ, അങ്ങനെ 100 ചിന്തകളൊക്കെ ഗോവിന്ദന്റെ മനസ്സിൽ കൂടെ കടന്നു പോവാം. എന്തായാലും ഗോവിന്ദ് ഒരു കാര്യം ഉറപ്പിച്ചു, ഇവൾക്ക് തന്നോട് ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് ഇവളിപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. പണ്ടത്തെ പോലെയല്ല. പണ്ട് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ പ്രതികരിക്കുമായിരുന്നു. അവളുടെ കയ്യേലും തൊടുവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പൊ തന്നോട് കൂടുതൽ അടുക്കാനായിട്ട് അവൾ ശ്രമിക്കുന്ന പോലെ ഗോവിന്ദന് തോന്നുവാണ്. അങ്ങനെ ഗീതു കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഗോവിന്ദ് ഇങ്ങനെ എഴുന്നേറ്റിരിക്കുക. കുറച്ചേരം കഴിയുമ്പോൾ ഗീതു ഉറക്കത്തിൽ ഗോവിന്ദന്റെ അരിയിലേക്ക് വരുന്നുണ്ട്. ഗോവിന്ദനെ ഇങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഗോവിന്ദന് പിന്നെ വല്ലാത്തൊരു അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അങ്ങനെ ഗോവിന്ദ് നേരെ ഗീതുവിന് ഉമ്മ വെക്കാണ്ട് ചെന്ന് ഗീതുവിന് നെറ്റിയെ തന്നെ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിപ്പോ എത്ര ദിവസം നീണ്ടു പോകുമെന്ന് അറിയത്തില്ല കേട്ടോ അതിന്റെ വിശേഷങ്ങൾ. കാരണം ചിലപ്പോൾ ഒരാഴ്ച നീണ്ടു പോകും ഒരു ഉമ്മ കൊടുക്കാനായിട്ട്, അറിയാലോ. ഇനിയിപ്പോൾ നമ്മളെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവർ പ്രണയം തുറന്നു പറയുന്നുണ്ട്. ഗോവിന്ദ് ഗീതുവിനെ കൂട്ടിക്കൊണ്ട് കടൽപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കടൽപ്പുറത്ത് വെച്ചാണ് അവരുടെ രണ്ടുപേരുടെയും കൂടെ പ്രണയം അങ്ങനെ തുറന്നു പറയാൻ പോകുന്നത്. ഇത്രയും കാലം മനസ്സിൽ അടക്കി പിടിച്ച ആ പ്രണയം അങ്ങനെ തുറന്നു പറയുന്നുണ്ട്. പിന്നീട് അവർ രണ്ടുപേരും ഒന്നാവുന്ന കാഴ്ചകളൊക്കെ കാണുന്നത്. പക്ഷെ വരുൺ ഇനി നന്നായോ, ഇനിയിപ്പോൾ അവരെ തകർക്കാൻ വേണ്ടി വല്ല പ്ലാനുകളുമായിട്ട് മുന്നോട്ട് പോകുന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്. ഇനിയിപ്പോൾ ഒരു പക്ഷേ ഗീതവും ഗോവും നമ്മളോട് ഒരു വഴക്കിൻ്റെ ഒരു കാരണം തന്നെയായി വരുണിനെ കൂട്ടിക്കൊണ്ട് വന്ന് ഗീതുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ഗോവിന്ദന് നന്നായിട്ടറിയാം. ഇനിയിപ്പം നാളെ മിക്കവാറും അതിന്റെ അടികളൊക്കെ കാണാതിരിക്കും. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.